ഇപ്പോൾ മുണ്ടക്കൈ ഭാഗത്ത് സുദേവൻ്റെ വീട്ടിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ വീട്ടിൽ 5 പേരാണ് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത്. സുദേവൻ അടക്കമുള്ളവരുടെ മൊബൈൽ ഫോൺ ഇന്നലെ വൈകുന്നേരം 7 മണി വരെ പ്രവർത്തിച്ചിരുന്നു. 7 മണിക്ക് ശേഷം മൊബൈൽ ഫോൺ പ്രവർത്തിക്കാത്തൊരു സാഹചര്യവും ഉണ്ടായി. മുബഷിബ് നമുക്കൊപ്പമുണ്ട്, ഒപ്പം TV പ്രസാദും അല്ലമീനും അടക്കമുള്ളവരും നമുക്കൊപ്പം ചേരുന്നുണ്ട്. തത്സമയ വിവരങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ റിപ്പോർട്ടിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മറ്റൊരു മുബഷീറിലേക്ക് കൂടി ഒന്ന് പോയി വരാം. മുബഷീർ, മഴ അല്പം ശമിച്ചോ അതോ മഴ തുടരുകയാണോ? ഇനി എത്ര മണിക്കൂർ എടുക്കും നമുക്ക് അതിനുള്ളിലേക്കൊന്ന് കയറാൻ? 5 പേർ അതിനുള്ളിൽ കുടുങ്ങിയിട്ടുണ്ട്. അവർക്ക് ജീവനുണ്ടോ എന്ന് നിശ്ചയമില്ല. തീർച്ചയായും അത് ആശങ്കയുണ്ടാക്കുന്ന ചോദ്യം തന്നെയാണ്. പക്ഷേ അവരെ നമുക്ക് വീണ്ടെടുക്കേണ്ടതുണ്ട്. ഒരു വലിയ രക്ഷാപ്രവർത്തക സംഘം അവിടെയുണ്ട്. പക്ഷേ അവരുടെ കയ്യിൽ അത്യാധുനിക സംവിധാനങ്ങളൊന്നുമില്ല. ഗ്യാസ് കട്ടർ പോലെയുള്ള മെഷീനുകളാണുള്ളത്. മറ്റ് മെഷീനുകൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നതിന് പരിമിതികളുണ്ട്. ഹിറ്റാച്ചി അവിടെ എത്തിയിരുന്നെങ്കിൽ നിഷ്പ്രയാസം നമുക്ക് സാധ്യമാവുന്നതാണ്. പക്ഷേ എന്ത് ചെയ്യാം, പുഴ കടന്നു വരിക അത് സാധ്യവുമല്ല. മുബഷീർ, എന്താണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ? ഏറ്റവും ഒടുവിൽ നമുക്ക് പ്രേക്ഷകർക്ക് നൽകാനുള്ളത് എന്താ? അരുൺകുമാർ, മഴ കുറഞ്ഞിട്ടില്ല. മഴ ഇപ്പോഴും ഈ ഒരു മേഖലയിൽ തുടരുന്നൊരു സാഹചര്യമുണ്ട്. അത് ചെറിയ രീതിയിൽ പ്രതിസന്ധിയായി രക്ഷാദൗത്യത്തെ ബാധിക്കുന്നുണ്ട്. വീടിനോട് ചേർന്ന സുദേവൻ്റെ വീടിനോട് ചേർന്ന ഭാഗത്ത് ഇപ്പോൾ ചെളിവെള്ളം അടിഞ്ഞുകൂടുന്നത് കാണാം. ഒരു വിഭാഗം ആളുകൾ അത് നീക്കം ചെയ്യാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ മഴ പെയ്തത് ഉണ്ടായ ഒരു പ്രതിസന്ധിയാണ് അതെന്നുള്ളത് പറയേണ്ടതുണ്ട്. മറുഭാഗത്ത് ഇപ്പോൾ ഏറെക്കുറെ സുദേവൻ്റെ വീടിനോട് ചേർന്ന ചുമരിനോട് ചേർന്ന ഭാഗം നീക്കം ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ റെസ്ക്യൂ സംഘങ്ങൾ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ അത് താഴത്തെ ചളിയും മണ്ണും ഉൾപ്പെടെ നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ പ്രതീക്ഷയോടുകൂടിയുള്ള രക്ഷാപ്രവർത്തനമാണ്. രാവിലെ 8 മണി മുതൽ ആരംഭിച്ച രക്ഷാപ്രവർത്തനമാണ്. ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം, കേവലം ഹാമർ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം കൊണ്ട് മാത്രമാണ് വലിയ ഒരു കോൺക്രീറ്റ് പാളി അവിടെ നിന്ന് മാറ്റാൻ സാധിച്ചത് എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ അവശിഷ്ടങ്ങൾ വലിയ രീതിയിൽ പ്രതിസന്ധിയായിരുന്നു രക്ഷാദൗത്യത്തിൽ. ഇപ്പോൾ മഴയുണ്ടെങ്കിലും മഴയൊന്നും തന്നെ രക്ഷാപ്രവർത്തനത്തിന് ഒരു തരത്തിലും തടസ്സമാകുന്നില്ല ഇവരുടെ നിലപാട് വെച്ച്. കാരണം ഇവരൊരു തരത്തിലും രക്ഷാപ്രവർത്തനത്തിൽ പിന്നോട്ട് പോയിട്ടില്ല. കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ട് ആ മേഖലയിലേക്ക് ഒലിച്ചിറങ്ങുന്ന ചളി ഓരോ നിമിഷവും നീക്കം ചെയ്യുന്നു. കോൺക്രീറ്റിൻ്റെ ഒരു ഭാഗം മാറ്റിയെടുക്കുന്നു. നേരത്തെ വാഹനം അങ്ങോട്ടേക്ക് വലിച്ചിട്ടത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ വീണ്ടും കയറ് കെട്ടിക്കൊണ്ടുള്ള അതിൻ്റെ ഉള്ളിൽ നിന്നും കണ്ടെത്തിയ ചളി പോലെയുള്ള വസ്തു വലിച്ചു നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. കാരണം